إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وأحسن السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അവന്റെ സജ്ജനങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പരീക്ഷയെ നേരിടേണ്ടവരാണ് നമ്മൾ എന്നതായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു വെച്ച കാര്യം. വിചാരണ നമ്മെ കാത്തിരിക്കുന്നു. സഹോദരങ്ങളെ, ഇസ്ലാമിക പ്രമാണങ്ങൾ ഹിസാബിനെ കുറിച്ച്, വിചാരണയെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളെ സൂക്ഷ്മമായി നമ്മൾ വിലയിരുത്തുമ്പോൾ, അതിനെ ലളിതമായി നമ്മളൊന്ന് പഠിക്കാൻ പരിശ്രമിക്കുമ്പോൾ 4 തരം ആളുകളെ വിചാരണയുടെ കാര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 4 വിഭാഗം ആളുകൾ വിചാരണയിലുണ്ടാകും. അതിലെ 2 വിഭാഗം ആളുകളെ കുറിച്ചാണ് ഇന്നത്തെ ഒരു ഖുതുബയിൽ പറയണം എന്ന് വിചാരിക്കുന്നത്. അല്ലാഹു പറയാനും കേൾക്കാനും പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ വിഭാഗം വിചാരണയില്ലാത്തവരാണ്. വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകുന്ന മഹാഭാഗ്യവാന്മാരാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസുൽ ശഫാഅയിലെ ഒരു ഭാഗം കാണാൻ സാധിക്കും. വിചാരണ തുടങ്ങാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ കിടന്ന് അല്ലാഹുവോട് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവേ, വിചാരണ ആരംഭിക്കണം. അപ്പോ അല്ലാഹു അതിന് ഉത്തരം ചെയ്യുന്നു. യാ മുഹമ്മദ് ഇർഫഅ റഅസക, മുഹമ്മദേ തല ഉയർത്തുക. സൽ തുഅത, എന്താണ് ചോദിക്കൂ, തരാം. ചോദിക്കുന്നത് താങ്കൾക്ക് നൽകാം. ഇശ്ഫഅ തുശഫ, നിങ്ങൾ ശുപാർശ ചെയ്യുക, ആ ശുപാർശ ഇവിടെ പരിഗണിക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഅർഫഉ റഅസി, ഞാൻ എന്റെ തല ഉയർത്തി അല്ലാഹുവിനോട് പറയും, യാ റബ്ബി ഉമ്മതി ഉമ്മതി, എന്റെ റബ്ബേ, എന്റെ ഖൗം, എന്റെ ജനത, എന്റെ ഉമ്മത്ത് എന്ന് ഞാൻ അല്ലാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കും. ഫയുഖാലു യാ മുഹമ്മദ് അദ്ഖിലിൽ ജന്നത മിൻ ഉമ്മതിക മൻ ലാ ഹിസാബ അലൈഹി മിനൽ ബാബിൽ ഐമൻ മിൻ അബ്വാബിൽ ജന്ന. മുഹമ്മദേ, നിന്റെ ഉമ്മത്തിൽ നിന്ന് വിചാരണയില്ലാത്ത ആളുകളെ സ്വർഗ കവാടങ്ങളിലെ ഏറ്റവും വലതുഭാഗത്തുള്ള കവാടത്തിലൂടെ നീ പ്രവേശിപ്പിക്കുക. സ്വർഗത്തിന് 8 വാതിലുകളാണ്. അതിന്റെ ഏറ്റവും വലത്തെ വാതിലിലൂടെ വിചാരണയില്ലാത്ത ആളുകളെ നീ പ്രവേശിപ്പിക്കുക. എന്നിട്ടോ മല്ലാ ഹിസാബ അലൈഹി, അവർക്ക് വിചാരണയില്ല. അതാണ് അവരുടെ പ്രത്യേകത. അപ്പൊ ഒരു വിഭാഗം ആളുകളെ വിചാരണയില്ലാതെ പ്രവേശിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വേറെ ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്,
ലോകത്തെ മുഴുവൻ മനുഷ്യരെയും പരലോകത്ത് അള്ളാഹു കൊണ്ടുവരുമ്പോ ഓരോ നബിമാരുടെ കൂടെയും അവരുടെ ജനതയുണ്ടാകും. എന്നിട്ട് എല്ലാ ജനതയെയും അള്ളാഹു എനിക്ക് പ്രദർശിപ്പിച്ചു തന്നു. ഒരു നബിയുടെ കൂടെ ഒരു ജനപദമുണ്ടാകും, കുറേ ആളുകളുണ്ടാകും. ആ പ്രവാചകന്റെ പ്രബോധനത്തിലൂടെ ഇസ്ലാം സ്വീകരിച്ച ആ പ്രവാചകന്റെ അനുയായികളാണ് അവർ. വേറെ ചില നബിമാരുണ്ട്, അവരുടെ കൂടെ ചെറുസംഘങ്ങളാണ്. വേറെ ഒരു പ്രവാചകനെ എനിക്ക് കാണിച്ചു തരും, ആ പ്രവാചകന്റെ കൂടെ കേവലം 10 ആളുകൾ മാത്രമാണുള്ളത്. വേറൊരു നബിയുടെ കൂടെ 5 പേരാണുള്ളത്. എന്നാൽ ഒരു നബി ഒറ്റക്കാണ്. ഒരുപാട് കാലം പ്രബോധനം നടത്തിയിട്ടും ഒരാൾ പോലും ആ പ്രവാചകന്റെ ദഅവത്തിന് ഇജാബത്ത് നടത്തി ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നില്ല, തൗഹീദ് സ്വീകരിച്ചില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ടില്ല. അങ്ങനത്തെ നബിമാരും അവിടെ ഉണ്ടാകും. ഒരാളും വിശ്വാസിയായില്ല എന്നുള്ളത് പ്രവാചകന് മോശമാണോ? ഒരിക്കലുമല്ല. പ്രവാചകന്റെ പ്രബോധനം അത് നമ്മുടെയൊക്കെ അതെ ആളെ കൂടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ഇവിടെ പ്രശ്നമല്ല. നമുക്ക് പറയാനുള്ളത് പറയണം, നമ്മൾ സമൂഹത്തെ പഠിപ്പിക്കാനുള്ളത് പഠിപ്പിക്കണം. പ്രബോധനത്തിന്റെ റിസൾട്ട് അത് പരലോകത്ത് പ്രതിഫലമായിട്ടാണ് ലഭിക്കുക. ഭൗതികമായി ചിലപ്പോ നമ്മൾ വിചാരിച്ചോളത്ത് എത്തിയേക്കാം, ഇല്ലാതിരിക്കാം. അപ്പൊ ഒറ്റയ്ക്ക് ചില പ്രവാചകന്മാർ വരും. ഒരുപാട് ആളുകളുള്ള വലിയ ഒരു സംഘത്തെ ഞാൻ കണ്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, യാ ജിബ്രീൽ ഹൗലാഇ ഉമ്മത്തി, അവർ എന്റെ ഉമ്മത്താണോ? ഖാലല, അല്ല പ്രവാചകരെ. വലാകിൻ ഉൻദുർ ഇലൽ ഉഫഖ്, എന്നാൽ മുഹമ്മദേ പ്രവാചകരെ നബിയെ നിങ്ങൾ ആ ചക്രവാളത്തിലേക്ക് നോക്കൂ. ഫനറർതു ഫഇദാ സവാദുൻ കസീർ, അതിനേക്കാൾ വലിയ ഒരു ജനപദത്തെ ഞാൻ അവിടെ കാണുകയുണ്ടായി. എന്നിട്ട് ജിബ്രീൽ എന്നോട് പറഞ്ഞു, ഹൗലാഇ ഉമ്മത്തുക, ഇത് നിന്റെ സമുദായമാണ്. എന്നിട്ടോ വഹൗലാഇ 70000 ഖദ്ദാമഹും ലാ ഹിസാബ അലൈഹിം വലാ അദാബ്. ഇതാണ് നമ്മുടെ വിഷയത്തിന്റെ മർമ്മം. ആ ചക്രവാളം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വലിയ ജനപദത്തിന്റെ മുന്നിലുള്ള 70,000 ആളുകൾ, ആ 70,000 ആളുകൾ ലാ ഹിസാബ അലൈഹിം വലാ അദാബ്, അവർക്ക് വിചാരണയില്ല, അവർക്ക് ശിക്ഷയില്ല. അവർ അല്ലാഹു പരലോകത്ത് ചോദ്യം ചെയ്യൂല. നമ്മൾ പരലോകത്ത് അല്ലാഹു ചോദ്യം ചെയ്യുന്ന കഥകൾ മാത്രമാണ്, ഹദീസുകൾ, തെളിവുകൾ മാത്രമാണ് കേട്ടിട്ടുള്ളത്. ഒരു വിചാരണക്കും വിധേയമാകാതെ 70,000 ആളുകൾ അങ്ങനെ സ്വർഗത്തിലേക്ക് പോകുമെന്ന് ഈ ഹദീസിലൂടെ പ്രവാചകൻ ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിക്കുകയാണ്. അപ്പൊ നബി ചോദിച്ചു, വലിമ, എന്തുകൊണ്ടാണ് അവർക്ക് വിചാരണയില്ലാത്തത്? സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പോകാൻ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടുകൾ, നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ ഇനി പറയുന്നതാണ്. നബിയോട് പറഞ്ഞു, ലാ യത്തഊന വലാ യസ്തർഖൂന വലാ യതതയ്യറൂന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. എന്താണത്? ലാ യത്തഊൻ, അവർ പ്രവാചകന്റെ കാലഘട്ടത്തിൽ പിന്നീടുമൊക്കെ എന്താണ് ചൂടാക്കി കരിച്ചുകൊണ്ടൊരു ചികിത്സ നടത്തിയിരുന്നു. ആ ചികിത്സ ചെയ്യാത്തവരാണ്. ഇസ്ലാം അതിനെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. വലാ യസ്തർഖൂൻ, മന്ത്രിച്ചു തരാൻ ആവശ്യപ്പെടാത്തവരാണ്. അല്ലേ? മന്ത്രിക്കുക എന്നാൽ ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടതുമുണ്ട്, അനുവദിക്കപ്പെടാത്തതുമുണ്ട്. നൂലിൽ മന്ത്രിച്ചു കെട്ടുന്നത് മതം വിലക്കിയതാണ്. മന്ത്രിച്ചു കെട്ടുന്ന ഏലസുകൾ ഇസ്ലാം വിലക്കിയതാണ്. വെള്ളത്തിൽ മന്ത്രിച്ചുതാൻ ഇസ്ലാമിക പ്രമാണങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അവിടെ നമുക്ക് തെളിവ് കാണാൻ ഇന്ന് നമ്മുടെ നാട്ടിലുള്ളതുപോലെ സാധ്യമല്ല. എന്നാൽ ഒരു മനുഷ്യൻ സ്വന്തം ശരീരത്തിലേക്ക് മന്ത്രിച്ചു ഊതുന്നത്, ഖുർആനിൽ ആയത്തോതി പ്രവാചകൻ പഠിപ്പിച്ച ഹദീസുകളിലെ പ്രാർത്ഥനകൾ കൊണ്ട് ശരീരത്തിലേക്ക് ഊതുന്നതോ കയ്യിൽ ഊതി ശരീരത്തിൽ തടവുന്നതോ ഇസ്ലാം വിരോധിച്ചിട്ടുള്ളത്. ഇസ്ലാം അനുവദിച്ച ശർഈയായ മന്ത്രങ്ങളാണ്. അത് പ്രവാചകൻ ചെയ്തിരുന്നു. ഇനി ഒരാൾക്ക് സ്വന്തമായത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ വേറെ ഒരാളോട് വളരെ ആ ഖുർആൻ ഓതാൻ കഴിയാതെ പ്രാർത്ഥന ഉച്ചരിക്കാൻ കഴിയാത്ത രോഗാവസ്ഥയിൽ കഴിയുന്ന ഒരാൾക്ക് വേണമെങ്കിൽ വേറൊരാൾക്ക് അത് ചെയ്തു കൊടുക്കാം. അറിയാത്ത ഒരാൾക്ക് എനിക്കത് ചെയ്തു തരണമെന്ന് ആവശ്യപ്പെടാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണാസന്നനായി കിടക്കുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹയാണ് സൂറത്തുൽ
സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വദത്തൈനും ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതി പ്രവാചകന്റെ കയ്യിലേക്ക് ഊതി പ്രവാചകന്റെ കൈകൊണ്ട് നബിയുടെ ശരീരത്തെ തടവി കൊടുത്തു. മതം അനുവദിച്ചതാണ്. ഇത് കച്ചവടവുമല്ല. അല്ലേ? നമ്മുടെ നാട്ടിൽ നടക്കുന്ന തെറ്റായ മന്ത്രങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. തെറ്റായ മന്ത്രങ്ങളെ കുറിച്ചല്ല. 2 രൂപയിൽ ഒരു ഫാത്തിഹ ഓതി ഊതി 6, 7, 5 കിട്ടിട്ട് അത് 200 രൂപക്ക് വിൽക്കുന്ന മതവിരുദ്ധമായ മന്ത്രങ്ങളെ കുറിച്ചല്ല, മതം അനുവദിച്ച മന്ത്രങ്ങളെ കുറിച്ച്. അപ്പൊ വേണമെങ്കിൽ ഒരാളോട് മന്ത്രിച്ചു തരൂ എന്ന് ആവശ്യപ്പെടാം. എന്നാൽ ഇവിടെ മന്ത്രിച്ചു തരാൻ ആവശ്യപ്പെടാത്തവരായിരിക്കും വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകുന്ന 70,000 സ്വഭാവമെന്ന് പ്രവാചകൻ പഠിപ്പിക്കാൻ. പിന്നെയോ വലയതതയ്യറൂൻ, അവർ ശകുനം നോക്കാത്തവരാണ്. അവർ ശകുനം നോക്കാത്തവരാണ്. എന്താ ശകുനം നോക്കുക? നമ്മൾ പറയാറുണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇതിങ്ങനെ കുറെ കുറഞ്ഞു വന്നു. എങ്കിലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ പിന്നിൽ നിന്ന് വിളിച്ചാൽ, ഏതെങ്കിലും ചില പക്ഷികളുടെ കരച്ചിൽ കേട്ടാൽ, അല്ലേ, വീട്ടിൽ നിന്ന് യാത്രയിരിക്കുമ്പോ മുന്നിലൊരു കുറ്റിച്ചൂല് കണ്ടാൽ, കാലിക്കുടം കണ്ടാൽ, കറുത്ത പൂച്ച മുന്നിലൂടെ മുറിച്ചു കടന്നാൽ, വിധവയായ സ്ത്രീയെ കാണുന്നത് പോലും ദുശ്ശകരമായി കരുതുന്ന ഒരു നാട്ടിലാണ് നമ്മളുള്ളത്. ചില നക്ഷത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ തനിക്ക് നിർഭാഗ്യമുണ്ടാകുമെന്ന് ചിന്തിക്കുന്നവരാണ്. വലയതതയ്യറൂൻ, അങ്ങനെയുള്ളവർക്ക് വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ലെന്ന് മാത്രമല്ല, അത് തൗഹീദിന് വിരുദ്ധമാണ്. പിന്നെ എന്താണ് അവരുടെ പ്രത്യേകത? വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുന്നവരായിരിക്കും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അല്ലാഹുവിനെ ഏൽപ്പിക്കും. എന്റെ കാര്യം നിർവഹിച്ചു തരണേ എന്ന് അല്ലാഹുവിനോട് പറയും. നമ്മുടെ കാര്യം അല്ലാഹുവിനെ ഏൽപ്പിക്കാൻ പറ്റുമോ? അത് മര്യാദകേടാണോ? അത് ബഹുമാനക്കുറവാണോ? അത് അല്ലാഹുവിനോട് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതാണോ? അല്ല, എന്റെ കാര്യം ഞാൻ ചെയ്തു കൊള്ളാം എന്ന് ചിന്തിക്കുന്നതാണ് ഇസ്ലാം മര്യാദകേടായി പഠിപ്പിക്കുന്നത്. വിശ്വാസിയുടെ നിലപാടല്ല എന്ന് പഠിപ്പിക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്തു ചെയ്താലും എന്തു തീരുമാനിച്ചാലും അവൻ അല്ലാഹുവിനെ ഏൽപ്പിക്കുമെന്നതാണ്. ഒരു കാര്യം നീ തീരുമാനമെടുത്താൽ അത് നീ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കണം. പ്രവാചകന്റെ പ്രാർത്ഥന എന്തായിരുന്നു? വലാ തഖിൽനി നഫ്സി ഇലയ്യ തറഫത ഐൻ, അല്ലാഹുവേ, എന്റെ കാര്യങ്ങൾ ഒരു കണ്ണിമ വെട്ടിമിടിക്കുന്ന സമയം പോലും നീ എന്നെ ഏൽപ്പിക്കരുത്. ഞാൻ ദുർബലനാണ്, എന്നെ കൊണ്ട് കഴിയില്ല. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, അങ്ങനെ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നവനെ അല്ലാഹു ഇഷ്ടപ്പെടും. അവർ റബ്ബ് ഇഷ്ടപ്പെടുന്ന തവക്കുൽ എന്ന തൗഹീദിന്റെ ഏറ്റവും ഉത്തമമായ ഒരു ഗുണമുള്ളവരാണ് വിചാരണ കൂടാതെ നേരിട്ട് സ്വർഗത്തിലേക്ക് ശിക്ഷയില്ലാതെ പോകുന്നവർ എന്നതാണ് ഈ ഹദീസിന്റെ മർമ്മം. എന്തുകൊണ്ട് മന്ത്രിച്ചു തരാൻ ആവശ്യപ്പെടുന്നവരെ ഇതിൽ നിന്ന് ഒഴിവാക്കി മതം അനുവദിച്ചതായിരുന്നിട്ട് പോലും എന്ന ചർച്ച പണ്ഡിതന്മാർക്കിടയിലുണ്ട്. എന്താ കാരണം? അത്ര പോലും ഒരു സൃഷ്ടിയെ ആശ്രയിക്കാത്തവൻ, മറ്റൊരാൾ ആശ്രയിക്കാത്തവൻ. ഖുർആൻ ചോദിക്കുന്നില്ലേ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, ഒരടിമക്ക് അല്ലാഹു പോരെയെന്ന്. ഹസ്ബിയല്ലാഹ്, എനിക്കെന്റെ അല്ലാഹ് മതി എന്ന ഏറ്റവും ഉദാത്തമായ ചിന്ത. അതാണ് വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി. എനിക്ക് ഒരു സൃഷ്ടിയും വേണ്ട. അതാ ഇബ്നു അബി റബാഹ് മഹാനായ താബിഈ പണ്ഡിതനാണ്. 200ഓളം സ്വഹാബിമാരിൽ നിന്ന് ഹദീസ് സ്വീകരിച്ചിട്ടുള്ള താബിഈകളിലെ ഏറ്റവും പ്രഗൽഭനായ ഖുർആൻ മുഫസ്സിറുകൾ എണ്ണുമ്പോ അതിലൊരാളാണ്. പ്രവാചകൻ ഖുർആനിൽ അറിവ് നൽകണേ എന്ന് പ്രാർത്ഥിച്ച റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവെന്ന് ഇസ്ലാമിക ചരിത്രം വിളിക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അരികിലേക്ക് മക്കക്കാര് ഫത്വ ചോദിച്ചു വന്നപ്പോ മക്കക്കാരോട് ഇബ്നു അബ്ബാസ് ചോദിച്ചു, അത്രേ, നിങ്ങളുടെ കൂട്ടത്തിൽ അതാ ഉണ്ടായിരിക്കെ നിങ്ങൾ എന്തിനാണ് എന്റെ അടുത്തേക്ക് വന്നത്? അതാ ഇബ്നു അബി റബാഹ് അന്നത്തെ ഭരണാധികാരി അബ്ദുൽ മലിക് ഇബ്നു മർവാനെ പോയി കാണുന്നുണ്ട്. തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജസദസ്സിൽ ആ ഇരിപ്പിടത്തിൽ അതാ ഇബ്നു അബി റബാഹ് എന്ന് പറയുന്ന ആ മഹാനായ മനുഷ്യനെ ഇരുത്തി. എന്നിട്ട് ചോദിച്ചു, എന്താണ് മഹാൻ, നിങ്ങൾ ഇങ്ങോട്ട് വന്നതിൽ എന്താണ് നിങ്ങളുടെ ആവശ്യം? അദ്ദേഹം പറഞ്ഞു, നീ 2 ഹറമുകളെ സൂക്ഷിക്കണം.
അതിന്റെ അഹ്ലുകാരെ നീ ശ്രദ്ധിക്കണം. അവർക്ക് നീ നൽകാനുള്ളത് നൽകണം. നീ ഈ രാജ്യത്തിന്റെ അതിരുകളിൽ കാവൽ നിൽക്കുന്ന സൈനികരുടെ കാര്യത്തിൽ നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഈ രാജ്യത്തിന്റെ പ്രജകളുടെ കാര്യത്തിൽ നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു. ഓരോ കാര്യം പറയുമ്പോഴും തന്റെ ഉദ്യോഗസ്ഥരെ വിളിച്ചുകൊണ്ട് ഭരണാധികാരി പറയുമെന്നാണ്, അത് നടപ്പിലാക്കൂ, അത് നടപ്പിലാക്കാൻ ഉടനെ ഉത്തരവിടൂ എന്ന് പറയുമായിരുന്നതാണ്. ഒക്കെ പറഞ്ഞു കഴിഞ്ഞ് ഇറങ്ങാൻ നിൽക്കുമ്പോൾ അതായിനോട് അബ്ദുൽ മാലിക് ബിൻ മർവാൻ ചോദിച്ചു, അത്രേ നിങ്ങൾ പറഞ്ഞത് രാജ്യത്തിന്റെ അതിര് കാത്തുന്ന സൈനികരെ കുറിച്ചാണ്, ഹറമുകളെ കുറിച്ചാണ്, വിശ്വാസികളെ കുറിച്ചാണ്, വിശ്വാസികളല്ലാത്ത ദിമ്മിയായി ജീവിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങളെ കുറിച്ചാണ്. നിങ്ങളുടെ ഒരാവശ്യവും എന്നോട് പറഞ്ഞില്ലല്ലോ. അതിന് പറഞ്ഞ മറുപടി എന്തറിയാമോ? ലാ ഹാജത ലീ ഇലാ മഖ്ലൂഖിൻ, ഒരു സൃഷ്ടിയിൽ നിന്നും എനിക്കൊരാവശ്യവുമില്ല. എന്റെ ആവശ്യങ്ങളെല്ലാം ഞാൻ അല്ലാഹുവിനോട് പറയുന്നുണ്ട്. അതാണ് തൗഹീദിന്റെ തഖ്വയുടെ തവക്കുലിന്റെ ഏറ്റവും മൂർത്തമായ രൂപം. അഗ്നികുണ്ഡത്തിന്റെ നമ്രൂദിന്റെ അഗ്നികുണ്ഡത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോ ആ തവക്കുലാണ് ഇബ്രാഹിം നബി പ്രകടിപ്പിച്ചത്. ഹസ്ബിയല്ലാഹ് വനിഅമൽ വകീൽ, എനിക്കെന്റെ അല്ലാഹു മതി, ഭരമേൽപ്പിക്കാൻ ഏറ്റെടുക്കാൻ അവൻ എത്ര നല്ലവനാണ്. പിന്നിൽ നിന്ന് ഫറോവയുടെ സൈന്യം ആട്ടിയോടിച്ച് ചെങ്കടലിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോ കണ്ണെത്താ ദൂരത്തോളം നീലജലപ്പരപ്പാണ്, മുന്നിൽ അലയടിച്ചുയരുന്ന തിരമാലകളാണ്, രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. ഇന്നാല മുതറക്കൂൻ, മുസ നമ്മൾ പിടിക്കപ്പെടുട്ടോ. മുസാ നബി പറഞ്ഞതെന്താ? ഹസ്ബിയല്ലാഹ്, എനിക്കെന്റെ അല്ലാഹ് മതി. സൗർ ഗുഹയിൽ 3 നാളാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും പ്രവാചകനും ഹിജ്റ പോകുമ്പോൾ കഴിച്ചുകൂട്ടിയത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞില്ലേ, നബിയെ അവരൊന്ന് തലകുനിച്ചു നോക്കിയാൽ ഈ ഗുഹയിൽ നമ്മളെ കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? എന്താണ് അബൂബക്കറെ നിങ്ങൾ വിചാരിക്കുന്നത്? ഈ ഗുഹയിൽ നമ്മൾ 2 ആൾ മാത്രമാണോ? മൂന്നാമതായി നമ്മുടെ കൂടെ അല്ലാഹുണ്ട്. അതുകൊണ്ടാ വീട്ടിൽ നിന്നിറങ്ങുമ്പോ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥന എന്താ? ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ്, ഞാൻ എന്റെ അല്ലാഹുവിൽ വരവേൽപ്പിക്കുന്നു. എന്നെ, എന്റെ വാഹനത്തെ, എന്റെ യാത്രയെ, എന്റെ യാത്രാ ലക്ഷ്യങ്ങളെ വാഹനത്തിൽ പച്ചപ്പട്ടിന്റെ തുണി കെട്ടി ഒരു 2 ഇഞ്ച് 4 ഇഞ്ച് വലുപ്പമുള്ള തുണിക്കഷ്ണത്തിൽ വരവേൽപ്പിക്കുന്നവരെ അല്ലാഹുവിനാണ് വരവേൽപ്പിക്കേണ്ടത്. സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ മുവഹ്ഹിദുകളാണെങ്കിൽ രോഗം വരുമ്പോ അരയിലും കഴുത്തിലും കൈത്തണ്ടയിലും ഒക്കെ കെട്ടിവെക്കുന്ന ഒരു 3/4 ഇഞ്ച് വലുപ്പമുള്ള ഏലസിൽ വരവേൽപ്പിക്കുന്നവരെ അല്ലാഹുവിനെയാണ് വരവേൽപ്പിക്കേണ്ടത്. ഹസ്ബിയല്ലാഹ്, എനിക്കെന്റെ അല്ലാഹു മതി എന്ന പ്രഖ്യാപനമാണ് തൗഹീദ്. അതാണ് പ്രവാചകൻ പറഞ്ഞത്. ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ്. യാത്രക്കിടയിൽ എവിടെയോ എല്ലാവരും 2 രൂപയുടെ നാണയമറിയുന്ന, 5 രൂപയുടെ നാണയമറിയുന്ന ചില ആത്മീയ കേന്ദ്രങ്ങളുണ്ടാകും, ചില മൂർത്തികളുണ്ടാകും, ചില ജാറങ്ങളുണ്ടാകും. ഒരു ഡ്രൈവർ, ഒരു കണ്ടക്ടർ, ഒരു യാത്രക്കാരൻ, അയാൾ തന്റെ പോക്കറ്റിൽ നിന്നൊരു നാണയത്തുട്ട് റോട്ടിലേക്ക് എറിഞ്ഞിട്ട് ആ നാണയത്തുട്ടിൽ വരവേൽപ്പിക്കുന്ന മൂഢവിശ്വാസമല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കുന്നവരല്ല വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് പോവുക. അത് നമ്മൾ ശരിക്കും തിരിച്ചറിയേണ്ടതുണ്ട്. ഹസ്ബി അല്ലാഹ് എന്ന് പറയുന്നയാളാണ്. നോക്കൂ, ഓരോ ദിവസവും പ്രഭാതത്തിലെ പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. 7 തവണ എല്ലാ പ്രഭാതത്തിലും പറയണം. എന്താണത്? ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. എനിക്കെന്റെ റബ്ബ് മതി, അവനല്ലാതെ ആരാധ്യനില്ല. ഞാനിതാ അവനിൽ എന്റെ എല്ലാ ഭരവും അവനെ ഏൽപ്പിക്കുന്നു. അവൻ മഹത്തായ സിംഹാസനത്തിന്റെ രക്ഷിതാവാകുന്നു. ഓരോ ദിവസവും 7 തവണ പറയാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പോകുന്ന ഒന്നാമത്തെ വിഭാഗമാരാണ് അവർ. തവക്കുൽ ചെയ്യുന്നവരാണ്, തൗഹീദിൽ കറപുരളാത്തവരാണ്, സൃഷ്ടികളിലേക്ക് അഭയം തേടുന്നവരല്ല. തന്റെ എല്ലാ ഭാരവും അല്ലാഹുവിനെ ഏൽപ്പിക്കുന്ന, ഏറ്റവും ഉന്നതമായി ഉദാത്തമായി ചിന്തിക്കുന്ന തൗഹീദിന്റെ ആളുകളാണ് അങ്ങനെ സ്വർഗത്തിലേക്ക് പോവുക. രണ്ടാമത്തെ വിചാരണ ഏതാണെന്നറിയാമോ? ഈ പറഞ്ഞതിന്റെ നേരെ വിപരീതമാണ്. ഏറ്റവും പ്രയാസമുള്ള വിചാരണ നേരിടുന്ന ആളുകളാണ്. ഖുർആൻ പലയിടത്തും പറയുന്നുണ്ട്, കഠിനമായ വിചാരണകളെ നേരിടുന്ന ആളുകൾ.
الملك يومئذ الحق للرحمن സൂറ ഫുർഖാനിലെ 26-ാമത്തെ ആയത്ത്. പരലോക ദിവസത്തിന്റെ മുഴുവൻ അധികാരവും അല്ലാഹുവിനുള്ളതാണ്. വകാന യൗമൻ അലൽ കാഫിരീന അസീറ, അന്നത്തെ ദിവസം അവിശ്വാസികൾക്ക് ഏറെ പ്രയാസമുള്ളതായിരിക്കും. വകഅയ്യിൻ മിൻ ഖറിയത്തിൻ അതത് അൻ അംരി റബ്ബിഹാ വറസുലിഹി ഫഹാസബ്നാഹാ ഹിസാബൻ ശദീദാ. ഏതൊരു നാടാണ്, നാട്ടുകാരാണ് അല്ലാഹുവിന്റെയും അവന്റെ പ്രവാചകന്റെയും കൽപ്പനകളെ ധിക്കരിച്ചു ജീവിച്ചത്, ഫഹാസബ്നാഹാ ഹിസാബൻ ശദീദാ, കഠിനമായ വിചാരണക്ക് നാം അവരെ വിധേയമാക്കും. കഠിനമായ വിചാരണ നേരിട്ടാൽ അതിന്റെ അനന്തരഫലം എന്താ? ആ വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിൽ പോകാനാകുമോ? വേദനാജനകമായ പ്രയാസകരമായ വിചാരണ കഴിഞ്ഞാൽ വഅദ്ദബ്നാഹാ അദാബൻ നുക്റാ, അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ള ഒരു ശിക്ഷക്കായിരിക്കും വിധേയരാവുക. സുഹൃത്തുക്കളെ, നമ്മൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കേണ്ടത് ഈ വിചാരണയിൽ നിന്ന് രക്ഷപ്പെടാനാണ്. ഇത്തരം ഒരവസ്ഥ നാളെ പരലോകത്ത് ഉണ്ടാകാതിരിക്കാനാണ്. നോക്കൂ, ഓരോ നാം ചെയ്തു കൂട്ടിയ ഓരോ കാര്യങ്ങളും അല്ലാഹു നമ്മെ ബോധ്യപ്പെടുത്തി വിചാരണക്ക് വിധേയമാക്കി നരകത്തിലേക്ക് തള്ളിയിടുന്ന വല്ലാത്തൊരവസ്ഥയുണ്ട്. മനുഷ്യന്റെ കയ്യിൽ അവന്റെ ഗ്രന്ഥം കൊടുക്കുമെന്നാണ്. എന്നോട് പറയും, നീ നിന്റെ കിതാബ് ഒന്ന് വായിച്ചു നോക്ക്. നിനക്ക് നിന്റെ കിതാബ് വായിച്ചാൽ നീ തന്നെ മതി നിന്റെ വിചാരണക്ക്. അത് വായിച്ചാൽ നിനക്ക് മനസ്സിലാകും. രാവിന്റെ മറവിൽ, രാവിന്റെ ഇരുട്ടിൽ, ആരുമില്ലാത്തപ്പോൾ, മക്കളില്ലാത്തപ്പോൾ, മാതാപിതാക്കളില്ലാത്തപ്പോൾ, ഭാര്യ അറിയാതെ, ഭർത്താവ് അറിയാതെ, നാട്ടുകാരിൽ നിന്ന് മറഞ്ഞു മറ്റൊരു സമയത്തെത്തിയപ്പോൾ ചെയ്തു കൂട്ടിയ തിന്മകൾ, ബെഡ്റൂമിനകത്ത് വാതിലിന്റെ ബോൾട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തി ചെയ്തു വെച്ച തിന്മകൾ ഓരോന്നോരോന്നോരോന്ന് അവിടെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ കാണും, നമ്മുടെ മുന്നിൽ ഇങ്ങനെ കാണും. മനുഷ്യന്റെ കർമ്മരേഖ അവന്റെ കൈകളിൽ കൊടുക്കുമ്പോൾ അതവന് മനസ്സിലാകും. അതാണ് സൂറത്തുൽ ഇൻശിഖാഖിലെ 10 മുതൽ 15 വരെയുള്ള ആയത്തുകൾ പറയുന്നത്. വഅമ്മാമൻ ഊതിയ കിതാബഹു വറാഅ ളഹ്രിഹി, വലതുകൈയിൽ കിതാബ് കൊടുക്കുന്ന ആളുകളുണ്ട്, എന്നാൽ പിന്നിലൂടെ ഗ്രന്ഥം നൽകപ്പെടുന്നവർ. സൂറ അൽ ഹാഖയിൽ അല്ലാഹു പറഞ്ഞത് വഅമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലിഹി, ഇടതുകൈയിൽ കിതാബ് കൊടുക്കപ്പെടുന്ന ആളുകൾ. കിതാബിൽ എന്താ ഉള്ളത്? കൗമാരത്തിൽ, യുവത്വത്തിൽ, വാർദ്ധക്യത്തിൽ, രാവിൽ പകലിൽ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ചെയ്തു വച്ച അമലുകളാണ്, കർമ്മങ്ങളാണ്, പ്രവർത്തനങ്ങളാണ്. അതിങ്ങനെ കിട്ടുമ്പോ അവൻ പറയും ഫസൗഫ യദ്ഉ സുബൂറാ, എന്റെ നാശമേ എന്നവൻ വിളിച്ചു പറയും. വയസ്ലാ സഈറ, കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ അവൻ കരിക്കപ്പെടും. ഇന്നഹു കാന ഫി അഹ്ലിഹി മസ്റൂറ, അവന്റെ ഐഹിക ജീവിതം ഏറെ സന്തോഷത്തോടു കൂടിയാണ് അവൻ ജീവിച്ചത്. ഇന്നഹു ദന്ന അല്ലൻ യഹൂർ വലാ ഇന്ന റബ്ബഹു കാന ബിഹി ബസ്വറ, പരലോകത്ത് അല്ലാഹുവിലേക്ക് ഒരു മടക്കമുണ്ടാവുകയില്ലെന്ന് അവൻ വിചാരിച്ചു, അവൻ ചിന്തിച്ചു. ഒരു വിചാരണയെ അവൻ മറന്നു, പരലോകത്ത് മറന്നു. അല്ലാഹു പറയാണ്, അവൻ ചെയ്യുന്ന ഓരോന്നും അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സൂറ അൽ ഹാഖയിലെ 25 മുതൽ 37 വരെയുള്ള ആയത്തുകൾ ഈ കഠിനമായ വിചാരണയെയും അതിനുശേഷം ലഭിക്കപ്പെടുന്ന ശിക്ഷകളെയും സംബന്ധിച്ചാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വഅമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലി, ഇടതു കൈയിൽ ഗ്രന്ഥം ലഭിക്കപ്പെടുന്ന ആളുകൾ. ഫയഖൂൽ, അയാൾ പറയും, എന്താ പറയുന്നറിയോ? യാ ലൈതനി, എന്റെ നാശമേ, യാ ലം ഊത കിതാബിയ, ഈ കിതാബ് എനിക്ക് കിട്ടേണ്ടിയിരുന്നില്ല, ഈ കിതാബ് എനിക്ക് വേണ്ടിയിരുന്നില്ല. വലം അദ്രി മാ ഹിസാബിയ. സുഹൃത്തുക്കളെ, എന്തിനാണ് വിചാരണ ചർച്ചയ്ക്ക് ചെയ്യുന്നത്? ഉറക്കം തൂങ്ങുന്ന ആളുകൾ ഒന്ന് ഉണർന്നിരുന്ന് കേൾക്കണം. നോക്കൂ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എന്തിനാ അവിടെ വിചാരണ മെമ്പറിൽ ചർച്ച ചെയ്യുന്നത്? എന്തിനാ പരലോകം നമ്മൾ ചർച്ച ചെയ്യുന്നത്? എന്തിനാ ഹിസാബിനെ കുറിച്ച് പഠിക്കുന്നത്? പരലോകത്ത് കിതാബ് കിട്ടുമ്പോ വിചാരണക്ക് അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കുമ്പോ മനുഷ്യൻ പറയുന്ന വാചകം എന്തറിയോ? വലം അദ്രി മാ ഹിസാബിയ, ഈ വിചാരണ എനിക്കറിയില്ലായിരുന്നു, ഇത് ഞാൻ മറന്നുപോയിട്ടോ. അതുകൊണ്ട് എന്റെ ജീവിതം വേറൊരു വഴിക്ക് തിരിഞ്ഞുപോയി എന്നാ പറയണത്. യാ ലൈതഹാ
കാനത്തിൽ ഖാദിയ, മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചാൽ മതിയായിരുന്നു. ഒരു പരലോകം വേണ്ടിയിരുന്നില്ല, ഒരു വിചാരണ വേണ്ടിയിരുന്നില്ല, ഒരു സ്വർഗം ആവശ്യമില്ലായിരുന്നു, ഒരു നരകം ആവശ്യമില്ലായിരുന്നു. എന്തിനാണ് ഈ കിതാബ്? മരണത്തോടുകൂടി മനുഷ്യനെന്ന എന്റെ ജന്മം അവസാനിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് മനുഷ്യനവിടെ വിലപിക്കുകയാണ്. കേട്ടോ, എന്റെ ഒരു സമ്പത്തും എനിക്കിവിടെ പ്രയോജനപ്പെട്ടില്ലല്ലോ. ഹലക അന്നി സുൽത്താനിയ, എന്റെ എല്ലാ അധികാരവും നശിച്ചുപോയല്ലോ. ഒന്നും എനിക്കിവിടെ ഉപകാരപ്പെട്ടില്ല. ദുനിയാവിൽ ആരായിരുന്നു? കാണുന്നവരെല്ലാം ബഹുമാനിച്ചിരുന്ന, എല്ലാവരും ആദരിച്ചിരുന്ന, ഒരുപാട് അധികാര സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന, എല്ലാവരെയും മടക്കി ഭരിച്ചിരുന്ന, വലിയ സമ്പന്നനായിരുന്ന, സാമ്പത്തികമായി വലിയ നിലയിലെത്തിയിരുന്ന സമ്പത്ത് എനിക്കിവിടെ പ്രയോജനപ്പെട്ടില്ലല്ലോ. ആർക്കാ? എല്ലാ സമ്പന്നന്മാർക്കാണോ? എല്ലാ അധികാരത്തിലുള്ള ആളുകൾക്കാണോ? അല്ല. പരലോകത്തെ മറന്ന് ജീവിച്ചവർ, ഹിസാബിനെ മറന്ന് ജീവിച്ചവർ. വലമ്മദിരിമാ ഹിസാബിയ, എന്റെ ഹിസാബ് എന്താണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് കരുതി ജീവിച്ച ആളുകൾ അയാൾ പറയാ, എന്റെ സമ്പത്ത് എനിക്ക് പ്രയോജനപ്പെട്ടില്ലല്ലോ, എന്റെ അധികാരം നശിച്ചു പോയല്ലോ. അപ്പൊ അല്ലാഹു നരകത്തെ കാക്കുന്ന മലക്കുകളോട് എന്താണ് പറയാന്നറിയാമോ സുഹൃത്തുക്കളെ? അവനെ പിടിച്ചു കെട്ടു, അവനെ പിടിച്ചു ബന്ധനസ്ഥനാക്കൂ. സുമ്മൽ ജഹീമ സ്വല്ലൂ, പിന്നെ അവനെ കത്തിയാളുന്ന നരകാഗ്നിയിലിട്ട് കരിച്ചു കളയൂ. പിന്നെ അവന് 70 മുഴം നീളമുള്ള ചങ്ങലയിൽ അവനെ ബന്ധിക്കൂ. ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അലീം, മഹാനായ അല്ലാഹുവിൽ അവന്റെ വിശ്വാസം ശരിയായിരുന്നില്ല. വല യഹ്ദു അലാ തുആമിൽ മിസ്കീൻ, പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നതിൽ അവൻ പ്രോത്സാഹനം നടത്തിയിരുന്നില്ല. ദുനിയാവിൽ അവന്റെ പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അവന്റെ ഉറ്റവരുണ്ടല്ലോ, കൂട്ടുകാരുണ്ടല്ലോ, അവരാരും ഇതായി വിചാരണയുടെ സമയത്ത് അവൻക്ക് കൂട്ടായി തുണയായി ഉണ്ടാവുകയില്ല. ആ നരകത്തിൽ അവന്റെ ഭക്ഷണം ഗിസ്ലീനായിരിക്കും. തെമ്മാടികൾ തിന്നുന്ന, കുറ്റവാളികൾക്ക് നൽകപ്പെടുന്ന ഗിസ്ലീനായിരിക്കും നരകത്തിൽ അവന്റെ ഭക്ഷണമെന്ന് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. നരകത്തിൽ അതിന്റെ ശിക്ഷകൾ അനുഭവിക്കുന്ന, വേദനകൾ അനുഭവിക്കുന്ന, യാതനകൾ അനുഭവിക്കുന്ന ആളുകളുടെ മാംസങ്ങളിൽ നിന്ന്, അവന്റെ ജലത്തിൽ നിന്ന്, രക്തത്തിൽ നിന്ന് ഊർന്നിറങ്ങുന്ന ഈ ഭൂമിയിൽ ഒരു തുള്ളി ഇറ്റി വീണാൽ ഇവിടുത്തെ മുഴുവൻ മനുഷ്യർക്കും അവരുടെ ജീവിതം ദുസ്സഹമാകുന്ന, പ്രയാസകരമാകുന്ന വെള്ളമാണ്, പാനീയമാണ്. നരകത്തിന്റെ പ്രയാസങ്ങളിൽ ദാഹിച്ചു വലഞ്ഞ് ഒരിറ്റ് കുടിനീരിന് വേണ്ടി കേണപേക്ഷിക്കുമ്പോ ആ ആളുകൾക്ക് നൽകപ്പെടുക എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ വിചാരം ലളിതമാകണം. നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. പരലോകത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ച് ജീവിതം അതിനനുസരിച്ച് ചിട്ടപ്പെടുത്തുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അവന്റെ തഖ്വയുള്ള അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ കളക്ഷൻ ഈ പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടിയുള്ളതാണ്. എല്ലാവരും മനസ്സറിഞ്ഞ് അതിൽ സഹായിക്കണമെന്ന്, സദഖകളിൽ നിന്ന് അതിലേക്ക് ഒരു വിഹിതം നീക്കിവെക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹ്, നമ്മളിവിടെ ആഗ്രഹിച്ചിരുന്ന, അവിടെ നടപ്പിലാക്കാമെന്ന് വിചാരിച്ചിരുന്ന പല പദ്ധതികളും വളരെ ഭംഗിയായി പൂർത്തിയായി. ഇവിടെ പുരുഷന്മാർക്ക് കുറച്ചുകൂടി സ്ഥലം ലഭിച്ചു, സ്ത്രീകൾക്ക് കുറച്ചുകൂടി സ്ഥലം നീക്കിവെക്കാൻ നമുക്ക് സാധിച്ചു. നേരത്തെ ഉണ്ടായിരുന്ന വ്യത്യസ്തമായി ബാത്റൂമുകളും ഉളൂൾ ചെയ്യുന്ന ഭാഗമൊക്കെ വളരെ വൃത്തിയാക്കി എടുക്കാൻ നമുക്ക് സാധിച്ചു. കുറച്ച് സമയമായി നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി പൂർത്തീകരിക്കാനുണ്ട്. സ്ത്രീകൾ ഇവിടുന്ന് അങ്ങോട്ട് മാറുമ്പോൾ സ്വാഭാവികമായും അവർക്ക് കാർപ്പറ്റ് ഇല്ലാത്ത ഒരു പ്രയാസം ഉണ്ടാകും. ഇവിടെയും നമ്മളത് മാറ്റണമെന്ന് കുറച്ചായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കഴിയുന്ന ആളുകളൊക്കെ അത്തരം കാര്യങ്ങളിൽ
ഒന്ന് ഗൗരവമായി ചിന്തിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങളെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് വിചാരണയെ സംബന്ധിച്ചാണ്. ആ ഒരു ദിവസത്തെക്കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ടാകും. ഒറ്റ പോയിന്റാണ് എനിക്കതിൽ പറയാനുള്ളത്. സൂറ അൽ കഹ്ഫിലെ 49-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത് എന്തറിയോ? വവുദിഅൽ കിതാബു ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലു യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. കിതാബ് മനുഷ്യന് കൊടുക്കും വിചാരണയുടെ സമയത്ത്. അപ്പൊ അവൻ അതിലിങ്ങനെ നോക്കിയിട്ട് പറയും, യാ വൈലതനാ, എന്റെ നാശമേ, മാ ലിഹാദൽ കിതാബ്, ഇതെന്തൊരു ഗ്രന്ഥമാണ്, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, എന്റെ ജീവിതത്തിൽ സംഭവിച്ച ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ഇതിൽ ഉണ്ടല്ലോ, ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ. വവജദൂ മാ അമിലൂ ഹാദിറാ, അവർ ചെയ്തതെല്ലാം അവിടെ ഹാജരാക്കപ്പെടും. ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അള്ളാഹു പുറത്തു തരാത്ത, അള്ളാഹു വിട്ടുവീഴ്ച ചെയ്തു തരാത്ത എല്ലാ കാര്യങ്ങളും അവിടെ നമ്മുടെ മുന്നിൽ കൊണ്ടുവരും, ആ കിതാബിൽ കൊണ്ടുവരും. അള്ളാഹു നമ്മുടെ തിന്മകൾ നമുക്ക് വിട്ടുപുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. മനസ്സറിഞ്ഞ് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. സുഹൃത്തുക്കളെ, നമ്മൾ ജീവിതത്തിലെ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഇത് വിചാരണയുടെ സമയത്ത് എനിക്ക് അനുകൂലമാകുമോ പ്രതികൂലമാകുമോ, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതെനിക്ക് അനുകൂലമാകുമോ പ്രതികൂലമാകും. ദുനിയവിയായ പല പല നേട്ടങ്ങളുണ്ടാകാം, നഷ്ടങ്ങളുണ്ടാകാം. എന്റെ വിചാരണയുടെ നാളിൽ എനിക്ക് അനുകൂലമാകുമോ പ്രതികൂലം, ഇതാണ് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടത്. അത് ഓരോന്ന് ഒരു ഉദാഹരണം പറയണമെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ. എനിക്കൊന്നും തോന്നാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഫിത്നാന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണായിരിക്കും, ഏറ്റവും വലിയ പരീക്ഷ. നമ്മുടെ സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങള് ജുമാ കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ ഫോൺ എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്നൊന്ന് ചെക്ക് ചെയ്യണം. പലപ്പോഴും പറയാറുണ്ട്, ഒരു ഫോൺ എത്ര സമയം ഉപയോഗിച്ചു എന്നറിയാനുള്ള സംവിധാനം ഇതിനകത്തുണ്ട്. അതിൽ ഓരോ ആപ്ലിക്കേഷനും അതിന് എത്ര മണിക്കൂർ ചെലവഴിച്ചു എന്നറിയാനുള്ള സംവിധാനം. നമ്മൾ ഏറ്റവും അധികം നാളെ പരലോകത്ത് ബുദ്ധിമുട്ട് നമ്മുടെ ഫോണുണ്ടായിരിക്കും. ഓരോ ദിവസവും മണിക്കൂറുകളാണ് ഫോണിൽ നമ്മൾ ചെലവഴിക്കുന്നത്, ദീർഘമായ മണിക്കൂറുകൾ. സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഫോൺ നമ്മെ നരകത്തിലേക്ക് വലിച്ചിടച്ചു കൊണ്ടുപോകും. ഞാൻ പറഞ്ഞ ഇത് മാറ്റിവെക്കണമെന്നാണ്. ഞാൻ ഉപയോഗിക്കുന്നത് എനിക്ക് പരലോകത്തേക്ക് അനുകൂലമായിട്ടാണോ പ്രതികൂലമായിട്ടാണോ ചിന്തിച്ചാൽ മതി. അല്ലെ, കൂടുതൽ ആളുകൾ യൂട്യൂബാണ് കാണുന്നത്. അത് എന്താ, സിനിമ കാണാൻ ഉപയോഗിക്കുന്നവരുണ്ട്, വെബ് സീരീസ് കാണാൻ ഉപയോഗിക്കുന്നവരുണ്ട്, ഗെയിം കളിക്കാൻ ഉപയോഗിക്കുന്നവരുണ്ട്. എന്നാൽ അതേസമയം പ്രഭാഷണങ്ങൾ കേൾക്കാൻ, തജ്വീദ് ക്ലാസുകൾ പഠിക്കാൻ, ഖുർആൻ പഠിക്കാൻ ഇതിനൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. അതുകൊണ്ട് 2 മണിക്കൂർ യൂട്യൂബിൽ ചെലവഴിച്ചു എന്ന് പറയുമ്പോ ആ 2 മണിക്കൂർ എന്റെ കർമ്മരേഖ ഇടതു കൈയിൽ കിട്ടാനാണോ എനിക്ക് പ്രയോജനപ്പെടുക, വലതു കൈയിൽ ലഭിക്കാനാണോ എനിക്ക് പ്രയോജനപ്പെടുക എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. ഇതുകൊണ്ട് നമുക്ക് സ്വർഗവും വാങ്ങാൻ നരകവും വാങ്ങാം. ഇങ്ങനെ ഓരോന്നിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഇത് നിങ്ങളൊന്ന് വീട്ടിൽ പോയിട്ട് ആർക്കാണോ ഇതിന്റെ ഫോണിന്റെ ഫോൺ ടൈം എന്താ പറയുക യൂസേജ് ടൈം എടുത്തു തരാൻ അവരോട് എടുത്തു തരാൻ ഞാനും നോക്കട്ടെ എന്റെ സമയം എവിടെ. അല്ലേ, ഉമർ റളിയല്ലാഹു പറഞ്ഞില്ലേ, എന്താണ് ഒരു ശരിയായ വിചാരണ, നിങ്ങൾ ഒരു വിചാരണത്തെ നേരിടണം. ഖബല അൻ തുഹാസബു, നാളെ പരലോകത്തൊരു വിചാരണ നേരിടുന്നതിന് മുമ്പ് ആ നിലക്ക് ഒരു വിശകലനത്തിന് വിധേയമാക്കണം. ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോ, വീട്ടിൽ നിന്നൊരു യാത്രക്കിറങ്ങുമ്പോ, 10 രൂപ ചെലവഴിക്കുമ്പോ, പടച്ചോനെ ഇതെനിക്ക് പരലോകത്തേക്ക് അനുകൂലമായിരിക്കുമോ പ്രതികൂലമായിരിക്കുമോ, ഫോൺ എടുക്കുമ്പോ ഇതെനിക്ക് അനുകൂലമാകുമോ പ്രതികൂലമാകുമോ, അല്ലേ, ഒരു പ്രവർത്തനം ചെയ്യുമ്പോ ഇതെനിക്ക് അനുകൂലമാകുമോ പ്രതികൂലമാകുമോ. നന്മയാണെങ്കിൽ, ജീവിതത്തിൽ ഉപകാരമുള്ളതാണെങ്കിൽ, നമ്മൾ സാധാരണ ജോലിക്ക് പോകുന്ന കാര്യമാണെങ്കിൽ ഭാര്യയെ പോറ്റുക, മക്കളെ പോറ്റുക എന്നത് മനുഷ്യന്റെ ഉത്തരവാദിത്തമാണ്. ആണ് പറഞ്ഞത്, നിന്റെ ഭാര്യയുടെ വായിൽ വെച്ചു കൊടുക്കുന്ന ഒരു ഉള്ള ചോറിനും നിനക്ക് അല്ലാന്റെ അടുത്ത് കൂലിണ്ടുക. അതുകൊണ്ട് നീയത്ത് നന്നായാൽ എല്ലാം 24 മണിക്കൂറും നാളെ പരലോകത്തേക്ക് ഉപകാരപ്പെടുന്നതാക്കി മാറ്റാൻ നമുക്ക് കഴിയും.
അതങ്ങനെ നമ്മൾ ഉപയോഗിക്കണം. ചില ഗൗരവമുള്ള കാര്യങ്ങൾക്ക് അതിന്റെ അർഹിച്ച ഗൗരവം നൽകണം. വെള്ളിയാഴ്ച അതിൽപ്പെട്ട ഒരു സംഗതിയാണ്, ജുമുഅ അതിൽപ്പെട്ട ഒരു സംഗതിയാണ്. റമദാൻ കാലത്ത് ഈ ജുമുഅ ഖുത്ബ ആരംഭിക്കുന്നതിന് മുമ്പ് അത്യാവശ്യം പള്ളിയുടെ പകുതി വരെ ആളുകൾ ഉണ്ടാകാറുണ്ട്. അതിങ്ങനെ കുറഞ്ഞു വന്ന് 2 സഫ് തികച്ചില്ല. സുഹൃത്തുക്കളെ, വെള്ളിയാഴ്ച ഇത് നമുക്ക് നിർബന്ധമാണ് അല്ലെ? ഇത് നമുക്ക് നിർബന്ധമാണ്. എന്തായാലും നമ്മളവിടെ വരണം. അതുകൊണ്ട് അതിന്റെ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുന്ന രൂപത്തിൽ നേരത്തെ വരാനും വന്നവർ ആദ്യ സഫുകളിൽ ഇടം പിടിക്കാനും ശ്രമിക്കണമെന്ന് വളരെ സ്നേഹത്തോടുകൂടി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിങ്ങനെ പലപ്പോഴും പറയാറുണ്ട്, പക്ഷേ അസൗകര്യങ്ങളായിരിക്കാം. എങ്കിലും നമ്മൾ അതിനെ ആഴ്ചയിൽ ഒരു ദിവസം അള്ളാഹുവിന് കൊടുക്കുന്ന സംഗതി അതിന്റെ പൂർണ്ണതയിൽ നൽകാൻ പരിശ്രമിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും നമുക്ക് പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, പ്രാർത്ഥന കൊണ്ട് വസീയത്ത് ചെയ്ത പലതരത്തിലുള്ള നമ്മളൊന്നും വിചാരിക്കാത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ആളുകൾ ഇന്ന് രാവിലെയും പലരും സംസാരിക്കുകയുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആ പരീക്ഷണങ്ങൾക്ക് ഒരു തുറവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ പ്രയാസങ്ങൾ അള്ളാഹു ലഘൂകരിച്ച് നൽകുമാറാകട്ടെ. രോഗങ്ങൾക്ക് അള്ളാഹു ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ സ്നേഹനിധികളായ മാതാപിതാക്കൾ, ആദർശ ബന്ധുക്കൾ, കുടുംബ ബന്ധുക്കൾ അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم صل على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.